ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 11. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുക്കലെത്തി. അവർ അവനോട് ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് നീ ഇവയെല്ലാം ചെയ്യുന്നത്? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ എന്നോട് ഉത്തരം പറയുവിൻ. എന്ത് അധികാരത്തിലാണ് ഞാൻ ഇവയെല്ലാം ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളെ ഭയപ്പെടുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്ത് അധികാരത്തിലാണ് ഞാൻ ഇവയെല്ലാം ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. പിതാവായ ദൈവം ക്രിസ്തുവിന് അധികാരമുദ്ര നൽകി ഭൂമിയിലേക്ക് അയച്ചു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ, അവന്റെ തിരിഹിതമനുസരിച്ച് ലോകത്തെ പഠിപ്പിക്കുവാൻ, ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നു പോകുവാൻ, സഹിക്കുവാൻ, പീഡാസഹനത്തിലൂടെ മനുഷ്യകുലത്തിന് മുഴുവനും രക്ഷ നൽകുവാൻ, ഉത്ഥാനത്തിന്റെ മഹത്വത്തിലൂടെ സ്വർഗീയ കൃപയുടെ ബലം ലോകത്തെ അറിയിക്കുവാൻ, സ്വർഗാരോപണത്തിലൂടെ സ്വർഗകവാടത്തിന്റെ മഹത്വപൂർണമായ പ്രവേശനം മനുഷ്യമക്കൾക്ക് ലഭ്യമാക്കുവാൻ, ലോകം മുഴുവനും അവന്റെ സ്നേഹത്തിന്റെ ചൈതന്യം പകരാൻ, തീർന്നില്ല, ഭൂമി ഉള്ളിടത്തോളം കാലം മനുഷ്യകുല രക്ഷയുടെ വീണ്ടെടുപ്പ് ഈ ക്രിസ്തുവിലൂടെ ആണ് എന്ന് ലോകം പ്രഘോഷിക്കുവാൻ. ഇത്രയേറെ അധികാരങ്ങളുള്ള ക്രിസ്തുവിനെ ഇന്ന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ചോദ്യം ചെയ്യുകയാണ്. എന്ത് അധികാരത്തിലാണ് നീ ഇവയെല്ലാം ചെയ്യുന്നത്? സത്യത്തിൽ ക്രിസ്തുവിനുള്ള അധികാരം പിതാവിന്റെ അധികാരമാണ്. ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച പിതാവിന്റെ വത്സലപുത്രനാണ് യേശു. ആകയാൽ പിതാവിന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ പുത്രന് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. യേശു ഈ ജനപ്രമാണികളോടും പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും തന്റെ യഥാർത്ഥ അധികാരത്തിന്റെ അതിർവരമ്പുകൾ സംസാരിക്കുന്നില്ല. മറിച്ച് യേശു ഏറ്റവും നിസ്സാരമായ ഒരു ചോദ്യം തിരികെ അവരോട് ചോദിക്കുന്നു. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ? അവർക്ക് ഉത്തരം പറയാൻ കഴിയാതെ അവർ നിശബ്ദരാകുന്നു. അപ്പോൾ യേശു പറയുന്നു, ഞാനും എന്ത് അധികാരത്തിലാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളോട് പറയുന്നില്ല. എന്തുകൊണ്ടാണ് യേശു അത് പറയാതിരുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. ക്രിസ്തുവിനെയോ ക്രിസ്തുവിന്റെ പ്രവൃത്തിയെയോ വാക്കിനെയോ മനസ്സിലാകാത്ത ആർക്കും ക്രിസ്തുവിന്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞാലും മനസ്സിലാകില്ല. ക്രിസ്തുവിനെ പിതാവായ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി കാണാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയമായ അധികാരത്തിന്റെ ആത്മീയത ഉൾക്കൊള്ളാൻ കഴിയുക? ക്രിസ്തു ഈ ഭൂമിയിൽ അധികാരത്തോടു കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചത്. നമുക്കറിയാം, ക്രിസ്തുവിന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവന്റെ വാക്കു കേട്ടവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു, അവന്റെ പ്രവൃത്തി കണ്ടവരെല്ലാവരും അത്ഭുതപ്പെട്ടു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുക.
നിയമജ്ഞരും ഫരിസേര് പോലും പറയുന്ന ഒരു വാക്കുണ്ട്, ഇവനെല്ലാം അധികാരത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അവൻ ജനത്തെ പഠിപ്പിച്ചത് അധികാരത്തോടു കൂടിയാണ്. അവൻ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് അധികാരത്തോടു കൂടിയാണ്. ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ 4 ദിവസങ്ങൾക്ക് ശേഷം എത്തിയ ക്രിസ്തു അധികാരത്തോടു കൂടിയാണ് പറയുക, ലാസറെ പുറത്തു വരിക. അവൻ പുറത്തു വരിക തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് പോവുക. അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്, തളർവാദ രോഗി. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ അധികാരം നാം എത്ര ചിന്തിച്ചാലും തീരാത്ത ആത്മീയതയാണ്. നാം ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവന്റെ സ്നേഹചൈതന്യത്തിന്റെ ബലവും കൃപയും ഉൾക്കൊണ്ടുകൊണ്ട് നാം സ്വീകരിച്ചിരിക്കുന്ന അഭിഷേക കൃപകൾക്കനുസൃതമായി ക്രിസ്തുവിന്റെ അധികാരത്തിൽ നമുക്കും ഭൂമിയിൽ നന്മ ചെയ്യാനാകും. യേശുവിന്റെ നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ രക്ഷയും സമാധാനവും ശാശ്വതമായ സ്വർഗീയ നന്മകളും ഭൂമിക്ക് നൽകാൻ സാധ്യമാകും. നമുക്കും ക്രിസ്തുവിന്റെ ഈ ആത്മീയ അധികാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ നന്മ ചെയ്ത് കടന്നു പോകുവാൻ കൃപാവരം നൽകണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹവാൻ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ